ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു രാവിലെ റെഡി ആയിട്ട് ഇപ്പോൾ പോകാനിരിക്കുകയാണ്. കൂത്തുപറമ്പ് വരെ പോയിട്ട് വരണം. അഞ്ജന ഇന്ന് വരുന്നുണ്ട്, കുറേ നാളിന് ശേഷം. മാർച്ചിൽ വന്നതാണ്. ഇനിയിപ്പോൾ ഇന്ന് വരുന്നുണ്ട്. വിഷുവിന് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് വരുന്നുണ്ട്. അവളുടെ കൂടെ ചെറുപ്പം മുതലേ ഒരുമിച്ച് അംഗനവാടി 1-ാം ക്ലാസ് മുതലേ പഠിച്ചൊരു ഫ്രണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളിക്കാരുടെ മാരേജാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ വരുന്നുണ്ട്. സോ അവളെ ഇന്ന് കൂത്തുപറമ്പ് പോയി പിക്ക് ചെയ്യണം. അവളിപ്പം മാഹി കഴിഞ്ഞു എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലത്തെ 6 മണീൻ്റെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, അതിനാണ് വരുന്നത്. അപ്പോൾ അവളിപ്പം ഇപ്പം തലശ്ശേരി എത്തിയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും, കാരണം വിഷ്ണു ചേട്ടൻ ഇന്ന് അട്ടപ്പാടി പോവാണ്, പാലക്കാട്. അപ്പം അതുകൊണ്ട് പുള്ളി ഇന്ന് കണ്ണൂർ പോകുമ്പം ഞാൻ പറഞ്ഞാൽ ഒരുമിച്ച് പോവാം. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കൂത്തുപറമ്പ് വരെ പോകണ്ട, ഒരു 3/4 മണിക്കൂറുണ്ട് ഇവിടുന്ന്. ഞാൻ വിളിച്ചെന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ കരുതി ഞാൻ പുള്ളീനെ വെയിറ്റ് ചെയ്യാണ്. ഹീ ഈസ് ഓൺ ദി വേ. ഇന്നലെ എനിക്കൊന്ന് ഡെയിലി വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ ഇന്നലെ ഞാൻ ഇട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു ഇന്നലെ ഇട്ടില്ല. ഇട്ടില്ല. ഞാൻ ഇന്നലെ ക്യാമ്പ് കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഭയങ്കര ടയേർഡായിരുന്നു. ലേറ്റായി എത്തിയപ്പോൾ പിന്നെ അങ്ങ് ഒരു മൂഡുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് റീസൺ. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. വിഷ്ണു ചേട്ടൻ കൂടി വന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ബായ്. വയസ്സ് അഞ്ജന വിളിക്കുന്നുണ്ട്. അവളുടെ വിഷ്ണു ചേട്ടൻ തകരുന്നു. വാഗ പൂത്ത് കിടക്കുന്നുണ്ട് ഗൈസ്. കുറേ നേരം ഗൈസ്, അഞ്ജന ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തി. പക്ഷെ അഞ്ജനക്കത് പറയാൻ ഭയങ്കര നാണക്കേടാവുന്ന പോലും. പക്ഷെ ഞാൻ കാണിച്ചുതരാം. അഞ്ജന ഫോട്ടോ കാണിക്കും. ഷോ അഞ്ജന വീട്ടിൽ ഒരു പണിയെടുക്കില്ല, പക്ഷേ കേരളത്തിലെ ഒരു MLA അഞ്ജന ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല ഗൈസ്. ഇതാരാന്നറിയോ? ആരാ അഞ്ജന? MLA ഉമാ തോമസ്. നീ എന്തുണ്ടാക്കി കൊടുത്ത്? പാവം സുഖമില്ലാണ്ട് കിടക്കുക, എന്നിട്ട് നീ എന്തുണ്ടാക്കി കൊടുത്തു? ഇടിച്ചക്ക. നമ്മൾ മറ്റേ ചക്ക എന്ന് പറഞ്ഞ അന്ന് ചക്കപ്പൂതൽ തോരൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഗൈസ്. ഇഷ്ടപ്പെട്ട ചേച്ചി പറഞ്ഞ കുഴപ്പമില്ല, അത് കൊടുത്തു. അഞ്ജനക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഉണ്ടാക്കിയിട്ട്, പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ഒരാള്. ഗൈസ്, ഇയാൾ എന്താ ചെയ്യുന്നറിയോ? ഇപ്പൊ മുട്ട ഇട്ടു, നമുക്കിത് മതി. നമ്മൾ അടി ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും. ഫോൺ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഒന്നും പറയാത്ത. ഒന്നൊന്ന് പറയണ്ടേ നമുക്ക് വന്നിട്ട് തിന്നാം. അതും കൂടി ഈ അഞ്ജന സോഷ്യലി ഓക്വേർഡാണ്. വിഷ്ണു ചേട്ടൻ പാലക്കാടത്തെ ഫുഡ് വിഷ്ണു ചേട്ടന് പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴേ തിന്നുകൊണ്ട് പോവാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണുള്ളത് ഗൈസ്. അഞ്ജന ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തി. പക്ഷെ അഞ്ജനക്കത് പറയാൻ ഭയങ്കര നാണക്കേടാവുന്ന പോലും. പക്ഷെ ഞാൻ കാണിച്ചുതരാം. അഞ്ജന ഫോട്ടോ കാണിക്കും. ഷോ അഞ്ജന വീട്ടിൽ ഒരു പണിയെടുക്കില്ല, പക്ഷേ കേരളത്തിലെ ഒരു MLA അഞ്ജന ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല ഗൈസ്. ഇതാരാന്നറിയോ? ആരാ അഞ്ജന? MLA ഉമാ തോമസ്. നീ എന്തുണ്ടാക്കി കൊടുത്ത്? പാവം സുഖമില്ലാണ്ട് കിടക്കുക, എന്നിട്ട് നീ എന്തുണ്ടാക്കി കൊടുത്തു?
ഇടിച്ചക്ക നമ്മൾ ആണ് മറ്റേ ചക്ക എന്ന് പറഞ്ഞ അന്ന് പൂതല് ചക്കപ്പൂതൽ തോരൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഗായ്സ്. ഇഷ്ടപ്പെട്ട ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഉണ്ടാക്കിയത്. ചേച്ചി പറഞ്ഞ കുഴപ്പമില്ല അത് കൊടുക്കാം. അഞ്ജനക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഉണ്ടാക്കിയിട്ട്, പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. ചെറിയ ചക്കപ്പൂതലുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇങ്ങനത്തെ ഒരു നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ഒരാള്. ഗൈസ് ഇയാൾ എന്താ ചെയ്യുന്നറിയോ? ഇപ്പൊ മുട്ട കിട്ടൂ നമുക്കിത് മതി. നമ്മൾ അടി ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും. ഫോൺ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഒന്നും പറയാത്ത. എന്നൊന്ന് പറയണ്ടേ നമുക്ക് വന്നിട്ട് തിന്നാം. അതും കൂടി കുടിച്ചു. ഈ അഞ്ജന സോഷ്യലി ഓക്വേർഡാണ്. വിഷ്ണുചേട്ടൻ പാലക്കാട് പോവാം. പാലക്കാടത്തെ ഫുഡ് വിഷ്ണുചേട്ടന് പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴേ തിന്നുകൊണ്ട് പോവാണ്. കേസ് നമ്മുടെ ഫലൂദ വന്നു. ഫ്രൂട്ട് സാലഡ് അല്ല, ഫലൂദയാണ് അല്ലേ. നമ്മൾ നിൽക്കുന്നതിന് അവിടെ ഒരു എന്താ സീതാദേവിൻ്റെ എന്ത് വെച്ചു? ബിരിയാണി വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ ഉണ്ടാക്കി. പിറ്റേ ദിവസം ചൂടാക്കി കഴുകിയ കുക്കൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് നോക്കും. പിറ്റേ സമയത്ത് ഉണ്ടായി ഞാൻ എന്ത് ചെയ്തതിനകത്ത് വണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം ചടന്നിട്ട് വീഡിയോ അല്ല. ബിരിയാണി ആർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയേ? മിന്നു വന്നപ്പോൾ അല്ലേ? അല്ല, മിന്നുവിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ. അല്ല, അതെ, ഞങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആരോ ഒരാൾ വന്നു, മിന്നു വന്നു. ഈ മിന്നു ആരാന്ന് അറിയാത്തവർ ഗസ് ചെയ്യുക ഗൈസ്. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഗസ് ആരാ? ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് മിന്നുവിന്. ഏതാ? ക്രിക്കറ്റ് താരം. അഞ്ജന അങ്ങനെ ഒന്നും പറയുന്നൊന്നും ഇഷ്ടമല്ല. എൻ്റെ ക്യാരക്ടറിനൊന്നും എൻ്റയർലി ഡിഫറെൻ്റാണ് അഞ്ജന അല്ലേ. അഞ്ജനൻ്റെ ഉള്ളിൽ എല്ലാ സീക്രട്ടും ഇങ്ങനെ കിടക്കും. ഞാനിങ്ങനെ എൻ്റെ കിടക്കൂല. ഞാനെല്ലാവരും ഈ കോന്തനോട് പറയും. ജ്യൂസും പറഞ്ഞോ? ജ്യൂസപ്പ പറഞ്ഞേ. നീ ആ മുട്ട എനക്കും വേണേ പ്ലീസ്. മുട്ട മാത്രം എങ്ങനെ വാങ്ങേ? എൻ്റെ വിഷ്ണുചേട്ടൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പോയി 4 മുട്ട 5 മുട്ട ഇടലുണ്ട്. ഞാൻ തരും വെക്കും. വീട്ടിൽ മുട്ട ഒക്കെ പോയി തിന്നാൻ കഴിയൂല, മടി. മുട്ട അത് നാടൻ മുട്ട വീട്ടിലിരിക്കുന്നത്, അത് വേണ്ട. ഗൈസ് വീഡിയോ ഓഫാക്കിയാൽ വേണ്ട. ഇതിൽ എന്തെന്നല്ലെങ്കിൽ പിടിച്ച കാണിക്ക്. ഗൈസ് ഒരു മുട്ടക്ക് വേണ്ടിയുള്ള അടിക്ക് അവസാനം കിട്ടിയത്. കഷ്ണം മുളകാണ് എടുക്കുന്ന ഞാൻ കാണാണ്ട്. കഷ്ണം ചിക്കൻ കഷ്ണം മുട്ട കഷ്ണം എല്ലാം പോയാ സെറ്റ്. ടേസ്റ്റില്ലേ? നല്ല ടേസ്റ്റില്ലേ? വേറെ ഒരു ടേസ്റ്റ്. ഒന്ന് പോയവേ കൊളസ്ട്രോള പുലർത്ത്. എൻ്റെ മോനെ തരുന്ന മുട്ട. എൻ്റെ വീട്ടിൽ 4-10 കോഴികളുണ്ട് കേട്ടോ. മുട്ട അഞ്ജനല്ലേ ഗൈസ്. അഞ്ജന ഇപ്പം നോക്കണ്ട, എനിക്ക് തിന്നാൻ പറ്റില്ല. അഞ്ജന ഐ ഫൗണ്ട് ആൻ ഇൻട്രസ്റ്റിംഗ്. ഇതാണ് മൺവര. പുത്തുറമ്പ് നഗരസഭൻ്റെ വരയിടം. സ്കൂൾ മണ്ണിനെ കൊണ്ടാണ് വരച്ചേക്കുന്നത്. സൂപ്പർ. അഞ്ജന കണ്ണൂരിൻ്റെ പച്ചപ്പും ഹരിതാഭയും. അഞ്ജന എനിക്കൊരു കാര്യം അറിയണം. ഈ ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്.
അത് കൊള്ളില്ല നിന്റെ വണ്ടീന്റെ കളറ്. അനക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിഷ്ണു ചേട്ടൻ തന്നെ അവിടെ പറഞ്ഞു അതാ രസം. ഞാനത് എടുത്ത് അനക്ക് ഈ കളർ ഇഷ്ടമായിട്ട. പിന്നെ എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചാമ്പണം എന്നിട്ട് ഓക്കെ ബൈ. നഹന്നെ എല്ലാം നനഞ്ഞ് ഗായ്സ്. ഞാൻ നനഞ്ഞില്ല ഗായ്സ്. ഓ ഭാഗ്യം എനിക്ക് കഴുകാൻ പഠിച്ചിരിക്കുന്നേ. ഞാൻ വീട് ഇവിടുന്ന് പോണേ. അതിങ്ങനെ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ. നീരുണ്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ അലക്കാൻ തുടങ്ങിയതിനും കൊണ്ട് തന്നെ ഒറ്റ കൈ കൊണ്ട് ഞാന് കൂട്ടം കൂടി മടുത്ത്. എന്താ നല്ല നീരുണ്ട്. കൂട്ടം കൂടിയ ദേഷ്യായിരിക്കും. ആരെങ്ങ് കണ്ടെന്ന് അറിയായിരിക്കല്ലേ. നമ്മൾ ചെയ്തു കൊടുക്കാത്തോണ്ടെന്ന് പറയും. ദേവേത് നീ ചായ ഉണ്ടാക്കി കൊടുക്കല്ലേ. 5 ഇല്ല അഞ്ചരക്ക് ട്രോമയാണ് ഗൈസ്. ആ ഐസ്ക്രീം കൊടുത്തേ. ഈ ചക്ക നീ പറിക്കണം. ആ തോമസ് MLA സുഖമില്ലാണ്ട് കിടക്കുന്നു. ഓറെ വീണ്ടും സുഖമില്ലാണ്ട് ആക്കാൻ വേണ്ടിട്ട് അഞ്ജന ഒരു സാധനം ചെയ്ത് അന്റെ അച്ഛന് കാണിച്ച കോയി ആശയിച്ച് തന്നത് അഞ്ജനക്ക് ഗിഫ്റ്റ്. അഞ്ജനപ്പെട്ട് ഇങ്ങള് ഇവള് ചക്കപ്പൂതിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓറ് തിന്നുന്ന അതെന്റെ പടക്ക കണ്ട ഓറ് MLAക്ക് ചക്കപ്പൂതിൽ ഉണ്ടാക്കി കൊടുത്ത് ഓറ് തിന്ന. അതിങ്ങക്കൊരു ഒരു ഭാവ മാറ്റൂല്ലേ. അഞ്ജന അച്ഛമ്മ പറയാ ഓറ് തിന്നുമ്പോ മൊത്തന്തോ പോലെ ആക്കുന്നുണ്ട്. ആദ്യം ഇത് കണ്ടപ്പോ ഇത് അച്ഛമ്മക്ക് കൊടുത്തു. ഇത് അച്ഛമ്മ കൊടുത്തു. അച്ഛമ്മ മറ്റേത് ഇത് വെല്ലമെടുത്തു. വെല്ലമ്മക്ക് ഇങ്ങനത്തെ കളറാ ഇഷ്ടപ്പെടുക. ഈ ഒരു റോസ് പോലത്തെ കളർ. അച്ഛമ്മക്ക് ഈ കളർ ഇഷ്ടല്ല മഞ്ഞ. ഇല്ല വല്യമ്മ മുന്നൂറ് അടിക്കണ്ടേ. സാരല്ല ഗേൾസ്. ഇതാണ് ഗേൾസ് അഞ്ജനന്റെ സാരി. ആണേ എന്തിനെ വാങ്ങിട്ട് വരുന്ന പൈസ ഇങ്ങനെ വെച്ചാൽ ബക്ക് എന്നാ ഇതിന്റെ റേറ്റ് പറയണ്ടല്ലോ. ഈ സാരീന്റെ എനിക്ക് നല്ലോണം കൂട്ടം കേക്കും. ഇത് പറയണ്ടല്ലോ. ഞാൻ വല്ലപ്പോഴും സാരി എടുക്കാറുള്ളൂ. അപ്പൊ ഞാൻ സാരി നമ്മള് ഉടുക്കുമ്പോലേ നീ കണ്ടുപിടിച്ച ട്രിക്കാണോ അത്? ഓണാക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആരും മിണ്ടൂല്ലോ. അതും പറയാൻ തോന്നി വഴക്കോളെ പറയണോ, എന്നാലേ സമാധാനം കിട്ടുള്ളൂ. കൂട്ടൊന്നും കൂടില്ല. ഓളോട് സാരി ഉടുക്കാൻ നല്ല എപ്പങ്ങ പോകുമ്പോ എന്തിനിങ്ങ പോകുമ്പോ സാരി ഉടുക്കണ്ടേ എപ്പെങ്കിലും ഒരു ദിവസം പോകുമ്പോ സാരി ഉടുക്കണം. അന്നേരത്ത് നിങ്ങളൊന്നും ഇല്ല. എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അനക്കാവുക അല്ല. ഓള് നാളെയാ പോലും വരുന്നു. ഞാൻ പറഞ്ഞു നാളെയോ? നാളെയല്ലേ കല്യാണം.
എന്നിട്ട് ഈ പെണ്ണ് മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ പെണ്ണ് എന്തെങ്കിലും കുറ്റം പറയാനു. എനിക്ക് അന്നേരം ഒരു ഡൗട്ട്. എന്ത് കുറ്റാച്ചമ്മയോട് പറഞ്ഞേറുള്ള അങ്ങനെയല്ല, ഓള് പറഞ്ഞാലേ ഒരിക്കലും പറഞ്ഞ സമയത്തിന് നിങ്ങള് പറയുമ്പോ നിങ്ങളെ ബേക്കിൽ ഞാൻ ഫോണും കൊണ്ട് നിന്നിന്. നിങ്ങൾ പറഞ്ഞ ഞാൻ ഇത് റെക്കോർഡാക്കീന് കേട്ടാ. ഓള് വരൂല്ല. ഞാൻ പറയാൻ നിന്നത് നിങ്ങൾ പറഞ്ഞിന്. അങ്ങനെയല്ല, ഞാൻ ഇനി എപ്പോ അങ്ങനെ പറയലുണ്ട്. ഞാൻ പറഞ്ഞിങ്ങനെയാ, പറഞ്ഞ ദിവസം വരൂല ഇവള്, എപ്പോ ഉള്ളതാന്നല്ല. ഞാൻ ഇനി എപ്പോ കുറ്റം പറയും അങ്ങനെ. അഞ്ചര വന്നപ്പോ നിങ്ങൾ എന്നെ ഒറ്റ കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇപ്പഴേ ഉരുക്കിയത്? ഒന്നുകൂടി ചൂടാക്ക്. ഇതല്ല മൊത്തത്തിൽ ഇതാക്കുമ്പോ അങ്ങനെ ചൂടാക്കി വെക്കണം. പിന്നെ എന്നിട്ട് നിങ്ങളെന്തോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് ഇനി പെണ്ണ് വരുന്നും കൂടി ഇല്ലാണ്ടാക്കല്ല. പപ്പി നിങ്ങള് ഇവള് നാളെ പോവും വൈകുന്നേരം കേട്ടോ. അത് കഴിഞ്ഞ് നാളെയല്ല എപ്പവും പോവും. അതിനെന്നാ നിങ്ങൾ എന്നെ കുറ്റം പറ. ആരാ കുറ്റം പറഞ്ഞേ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഗോൾഡൻ ചൈൽഡ് അഞ്ജന. എന്താ ഗോൾഡൻ ചൈൽഡ് എന്ന് അറിയോ? ഞാൻ ഇവള് പറയുന്നതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അച്ഛമ്മക്ക് പറഞ്ഞു കൊടുത്ത അഞ്ജനയാണ് ഇവിടുത്തെ നോക്കട്ടെ. ഗോൾഡൻ ചൈൽഡ്. അഞ്ജന നിന്റെ സെറ്റ് സാരി ഇനി എടുക്കണം. ഞാളല്ല നിങ്ങളൊറ്റക്ക്. അഞ്ജനന്റെ നല്ല സെറ്റ് സൈഡിൽ അച്ഛമ്മക്ക് അറിയാക്കി. അച്ഛമ്മന്റെ ആക്കണോ? നിങ്ങൾ റബ്ബർ വെട്ടാൻ പോകുന്നുണ്ടോ? അടുക്കള പണി വെച്ചല്ലേ പണിയെടുക്കുന്നത്. രണ്ടും നല്ല സാരിയാണ്. ചെറിയ നല്ല സാരി. ഇത് രണ്ടും നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു.